Good morning, students. നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ച് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t into u of t minus pi. sin t into u of t minus pi യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് f of t ഐഡന്റിഫൈ ചെയ്യണം, a യും ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഫോർമുല എന്താണ്? if ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t equal to f bar s, then ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t minus a u of t minus a is equal to e raised to minus as f bar s. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ എയും ഐഡന്റിഫൈ ചെയ്യണം, f of t യും ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമ്മുടെ പ്രോബ്ലത്തില് sin t into u of t minus pi എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? sin t എന്നുള്ളത് എങ്ങനെ എഴുതാം? pi plus t minus pi into u of t minus pi. അല്ലെ, ഒരു പൈ നമ്മൾ ആഡ് ചെയ്തു, ഒരു പൈ സബ്സ്ട്രാക്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ പൈ പ്ലസ്, ഇവിടെ പൈ പ്ലസ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ, ഇങ്ങനെ എഴുതാം. ഇനി സൈൻ പൈ പ്ലസ് തീറ്റ എന്താണ്? സൈൻ പൈ പ്ലസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് സൈൻ ടി മൈനസ് into u of t minus pi. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് വേണം ഇതിൽ നിന്ന് എയും എഫ് ഓഫ് ടിയും കണ്ടുപിടിക്കാൻ. then a സമയത്ത് എത്രയായിരിക്കും? a is equal to pi. കറക്റ്റ്. ഇനി എഫ് ഓഫ് ടി എന്തായിരിക്കും? എഫ് ഓഫ് ടി is equal to മൈനസ് സൈൻ ടി. ആണ് എഫ് ഓഫ് ടി എന്താ എടുക്കേണ്ടത്? മൈനസ് സൈൻ ടി. എഫ് ഓഫ് ടി മൈനസ് സൈൻ ടി എടുത്താൽ എന്താ ഗുണം നോക്കിയേ? എഫ് ഓഫ് ടി മൈനസ് പൈ സമയം എന്തായിരിക്കും? മൈനസ് സൈൻ ടി മൈനസ് പൈ. ഉണ്ടോ? അപ്പൊ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തും. മൈനസ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം. റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? സൈൻ ടി എന്നുള്ളത് സൈൻ പൈ പ്ലസ് ടി മൈനസ് പൈ എന്നാക്കി. ഇനി സൈൻ പൈ പ്ലസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, ദെൻ ഇതിലെ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ പൈ എന്ന് കിട്ടും, എഫ് ഓഫ് ടിയുടെ വാല്യൂ മൈനസ് സൈൻ ടി എന്ന് കിട്ടും. അപ്പൊ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എഫ് ഓഫ് ടി കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ എ നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം ഉണ്ടാവും, പക്ഷെ എഫ് ഓഫ് ടി ചില കേസിൽ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഒന്ന് റീ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഈ പ്രോബ്ലത്തെ നമ്മൾ റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത് ഒരു പൈ ആഡ് ചെയ്തു, ഒരു പൈ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ പൈ പ്ലസ് ടി മൈനസ് പൈ, പൈ പ്ലസ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ടി മൈനസ് പൈ. ഇതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഏതായിട്ട് കമ്പയർ ചെയ്യുന്നത്? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ പൈ കിട്ടി, എഫ് ഓഫ് ടിയുടെ വാല്യൂ മൈനസ് സൈൻ ടി കിട്ടി. എഫ് ഓഫ് ടിയുടെ വാല്യൂ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എൽ ഓഫ് സൈൻ ടി കണ്ടുപിടിക്കാം. എൽ ഓഫ് സൈൻ ടി എന്താണ്? മൈനസ് വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ. ഇതിനെയാണ് നമ്മൾ എഫ് ബാർ എസ് എന്ന് വിളിക്കുന്നത്. എഫ് ബാർ എസ് കിട്ടിക്കഴിഞ്ഞാൽ therefore ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈയുടെ ആൻസർ അപ്പൊ എന്താണ്? അതിന്റെ ആൻസർ e raised to minus as into f bar s. എയുടെ വാല്യൂ പൈ ആണ്. അപ്പൊ മൈനസ് പൈ എസ് ഇൻറ്റു എഫ് ബാർ എസ് എന്താണ്? എഫ് ബാർ എസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എസ് സ്ക്വയർ. ദിസ് ഈസ് ദ റിസൾട്ട്. അപ്പൊ ഇങ്ങനെയാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്തത്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ എ ഐഡന്റിഫൈ ചെയ്യുക, എഫ് ഓഫ് ടി ഐഡന്റിഫൈ ചെയ്യുക പ്രധാനപ്പെട്ട കേസാണ്. ചില കേസിൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഒന്ന് റീ അറേഞ്ച് ചെയ്തതിനു ശേഷം വേണം എഫ് ഓഫ് ടി കണ്ടുപിടിക്കാനായിട്ട്. ചില കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് ടി കിട്ടും, ചില കേസിൽ ഒന്ന് നമ്മൾ റീ അറേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, എഴുതിയിട്ട്